Anu again. Welcome to the fourth lecture of Class 10 Biology chapter, Our Environment. ഈ ലെക്ചറിൽ നമ്മൾ ഈ എൻവയോൺമെൻറ്റിൽ നമ്മളുടെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് മൂലം ഉണ്ടായിട്ടുള്ള കുറച്ച് ആഫ്റ്റർ ഇഫക്ട്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുക. Shall we start? നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ആൻഡ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഓർഗാനിസംസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളാണ്, ഹ്യൂമൻസ്. അപ്പോൾ നമ്മൾ ഹ്യൂമൻസിൻ്റെ, അതായത് നമ്മൾക്ക് മാത്രമേ ഉള്ളൂ എൻവയോൺമെൻറ്റിൽ ഒരു ഇക്വിലിബ്രിയം ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ അതിൽ നമ്മൾ ഇടപെടാറുള്ളൂ. ബാക്കി ഒരു ആനിമൽസും ഒരു ജീവികളും അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താറില്ല. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മളുടെ ഇൻ്റർവെൻഷൻസ് കാരണം ഉണ്ടായിട്ടുള്ള ഒരു വലിയ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് ഓസോൺ? നമ്മളുടെ ഓക്സിജൻ മോളിക്യൂൾസ് അല്ലേ യൂഷ്വലി നമ്മൾ O2 മോളിക്യൂൾസ് ആണ് കാണിക്കുക. അതുപോലെ തന്നെ 3 ഓക്സിജൻ ആറ്റംസ് ഉള്ള മോളിക്യൂൾ, അതായത് O3, അതിനെയാണ് നമ്മൾ ഓസോൺ എന്ന് പറയാം. ഓസോൺ ആക്ച്വലി നമ്മളുടെ ഗ്രൗണ്ട് ലെവലിൽ കാണപ്പെടുകയാണെങ്കിൽ അതൊരു ഡെഡ്ലി പോയിസൺ ആണ്. പക്ഷേ നമ്മുടെ ഹയർ ലെവൽസ് ഓഫ് അറ്റ്മോസ്ഫിയറിൽ, അതായത് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലൊക്കെ, അതായത് നമ്മുടെ സീ ലെവലിൽ നിന്ന് 12 to 50 കിലോമീറ്റേഴ്സ് എബോവ് ദ സീ ലെവൽ, അപ്പോൾ അവിടെ സ്ട്രാറ്റോസ്ഫിയറിൽ നമുക്ക് ഓസോണിൻ്റെ ഒരു ലെയർ കാണപ്പെടുന്നുണ്ട്. ശരിക്കും നമ്മുടെ എർത്ത് അറ്റ്മോസ്ഫിയറിൽ ഒരു ബ്ലാങ്കറ്റ് പോലെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു ആവരണമാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഓസോൺ ലെയർ നമ്മളെ എന്തിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? സൂര്യൻ്റെ ഹാംഫുൾ റേസ് ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേസ്, അതിൽ നിന്ന് നമ്മുടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ബ്ലാങ്കറ്റ് ആയിട്ടാണ് ഓസോൺ ലെയർ ആക്ട് ചെയ്യുക. അപ്പോൾ ഈ ഓസോൺ ലെയറിൽ ശരിക്കും എങ്ങനെയായിരിക്കും ഈ UV റേസിൽ നിന്ന് അത് നമ്മളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക? ഹൈ എനർജി റേസ് ആയിട്ടുള്ള UV റേസ് ഇതുപോലെ ഓക്സിജൻ മോളിക്യൂൾസ് O2 മോളിക്യൂൾസിൽ വന്ന് പതിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ഹൈ എനർജി കാരണം O2 മോളിക്യൂൾസ് 2 സെപ്പറേറ്റ് ഓക്സിജൻ ആറ്റംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ ഓരോ ഓക്സിജൻ ആറ്റവും വേറൊരു O2 മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്ത് O3 ഓസോൺ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ എനർജി അവിടെ ഉപയോഗിക്കപ്പെട്ട് പോകുന്നത് കൊണ്ട് ശരിക്കും UV റേസിനെ നമ്മളുടെ ഗ്രൗണ്ട് ലെവലിലേക്ക് വരുന്നതിൽ നിന്ന് തടയുന്ന ഒരു സുരക്ഷാ കവചമാണ് ഓസോൺ ലെയർ. അങ്ങനെയാണെങ്കിൽ ഈ ഓസോൺ ലെയറും നമ്മളും തമ്മിൽ എന്താ ബന്ധം? നമ്മൾ കാരണം അതിന് എന്താ സംഭവിച്ചത്? അതാണ് അടുത്ത പോയിന്റ്. നമ്മളുടെ അന്റാർട്ടിക് റീജിയനിൽ ഒരു 1985 ടൈമിൽ, 1985 ഈ ഓസോൺ ലെയറിൻ്റെ തിക്നെസ്സിൽ ഭയങ്കരമായ ഒരു കുറവ് കാണപ്പെട്ടു ഇൻ 1985. അപ്പോൾ ഈ അന്റാർട്ടിക് റീജിയനിൽ മാത്രം ഈ ഓസോണിൻ്റെ തിക്നെസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കുറവ് കാണപ്പെട്ടതിനെ ആ ഒരു പോർഷനെയാണ് നമ്മൾ ശരിക്കും ഓസോൺ ഹോൾ എന്ന് പറയുക, അതായത് ഓസോൺ പാളിയിൽ വീണ സുഷിരം. അപ്പോൾ ശരിക്കും അത് എന്തുകൊണ്ടാണ് എന്നുള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലായത് കണ്ടുപിടുത്തങ്ങളായിട്ടുള്ള എയർ കണ്ടീഷണേഴ്സും റെഫ്രിജറേറ്റേഴ്സിലും ഒക്കെ ഉപയോഗിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ഈ CFC എന്ന് പറയുന്നത് ഓസോൺ ഹോളിന് ഭയങ്കരമായിട്ട് ഡിപ്ലീറ്റ് ചെയ്യുന്നു എന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ ഈ സിന്തറ്റിക് ഇനേർട്ട് കെമിക്കൽ ആയിട്ടുള്ള ക്ലോറോ ഫ്ലൂറോ കാർബൺസ് അതിനകത്ത് മെയിനായിട്ടും ഉള്ള ഈവൻ ഒരു സിംഗിൾ ക്ലോറിൻ ആറ്റത്തിന് എറൗണ്ട് 1 lakh ഓസോൺ മോളിക്യൂൾസിനെ വരെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ഓസോൺ ലെയറിൽ ഹോൾ വീണതുകൊണ്ട് നമുക്ക് എന്താ പ്രശ്നം? അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ശരിക്കും UV റേസ് എന്ന് പറയുന്നത് നമ്മൾ ലിവിങ് ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാംഫുൾ ആണ്. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാറ്ററാക്ട്, അതായത് തിമിരം, സ്കിൻ ക്യാൻസർ, അങ്ങനെ കുറേ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറഞ്ഞു പോവുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ട് വരും. ഒരുപാട് ഡിസ്ട്രക്ഷൻ ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒബ്വിയസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അഡ്വേഴ്സ് ഇഫക്ട്സ് ആയതുകൊണ്ട് ഈ ഓസോൺ ലെയറിൽ ഉണ്ടാകുന്ന ഡിപ്ലീഷൻ നമ്മൾ എന്ത് വില കൊടുത്തും തടയണമായിരുന്നു. അപ്പോൾ ശരിക്കും അതിന് വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം UNEP എന്ന് പറയുന്ന നമ്മളുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഈ പറയുന്ന ഒരു സംഘടന മുൻകൈ എടുത്തിട്ട് എല്ലാ രാജ്യങ്ങളെയും കൂട്ടിച്ചേർത്ത് ഒരു പ്രോട്ടോകോൾ, ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയും, ഒരു ഉടമ്പടി. അതെന്താണ് ചെയ്തത്? ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, അതായത് CFCയുടെ പ്രൊഡക്ഷൻ മാക്സിമം കുറയ്ക്കണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം എന്നതിനെ ബേസ് ചെയ്തിട്ട് ഒരു നടപടി തുടങ്ങി. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള CFCയുടെ ആ ഒരു പ്രൊഡക്ഷൻ മാക്സിമം കുറയ്ക്കുകയാണ് ചെയ്തത്. ഇനി
നമ്മൾ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസിന് കാരണം എൻവയോൺമെൻറ്റിൽ ഉണ്ടായ അടുത്ത ഒരു ഹാംഫുൾ ആയിട്ടുള്ള പ്രത്യാഘാതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ ഒരു മിസ്മാനേജ്മെൻറ്റ് കാരണം ഉണ്ടായ പൊല്യൂഷൻസ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു ഗാർബേജ് നമുക്ക് 2 തരം ഉണ്ടായിരുന്നു അല്ലേ, ബയോഡീഗ്രേഡബിൾ ഉണ്ടായിരുന്നു, നോൺ ബയോഡീഗ്രേഡബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസലിൽ ഉണ്ടായ ആ ഒരു മിസ്മാനേജ്മെൻറ്റ് കാരണവും ഒരുപാട് പൊല്യൂഷൻ വല്ലാണ്ട് നമ്മുടെ എൻവയോൺമെൻറ്റിൽ കൂടിയിട്ടുണ്ട്. അതും നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഒരുപാട് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻസിൻ്റെ ഓരോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ കാരണവും ഇൻഡസ്ട്രിയലൈസേഷൻ കാരണമൊക്കെ ഈ പറയുന്ന ഗാർബേജ് അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു അക്യുമുലേഷൻ ഓഫ് വേസ്റ്റ് കാരണം നമുക്ക് ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സോളിഡ് വേസ്റ്റുകളെയൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഫസ്റ്റ് മെത്തേഡ് ഇൻസിനറേഷൻ, അതായത് ഈ സോളിഡ് വേസ്റ്റുകളൊക്കെ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ബേൺ ചെയ്യുക എന്നുള്ളതാണ് ഈ മെത്തേഡിൽ. ശരിക്കും നമ്മളുടെ ഹൗസ് ഹോൾഡ് കെമിക്കൽ വേസ്റ്റുകളെയൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്പൺ ഡംപിങ് ആണ്. അതായത് ഈ റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നമ്മൾ ജസ്റ്റ് ഈ പറയുന്ന വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊല്യൂഷന് കാരണമാകുന്ന ഒരു പ്രോസസ്സാണ്. ദെൻ ബയോഗ്യാസ് പ്ലാന്റ്സ്, ഇവിടെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകളെ നമുക്ക് ബയോഗ്യാസും അതുപോലെ തന്നെ മാന്യൂറും ഒക്കെ ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് സാധിക്കും. ദെൻ അടുത്തതാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും നമ്മൾ എന്താ ചെയ്യുക, നമ്മളുടെ ഈ പറയുന്ന പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളം നേരെ റിവറിലേക്ക് ഒഴുക്കി കളയാതെ അതിന് മുമ്പ് തന്നെ ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് വഴി നമ്മളത് ക്ലീൻ ചെയ്തിട്ട് റിവേഴ്സിലേക്ക് ഒഴുക്കി കളയുന്ന ആ ഒരു പ്രോസസ്സാണ്. നെക്സ്റ്റ് വൺ ലാൻഡ് ഫില്ലിംഗ്, അതായത് ഒരുപാട് താഴ്ചയിൽ കാണപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ലോ ലൈങ് ആയിട്ടുള്ള ഏരിയാസിൽ ഇതുപോലെ നമ്മളുടെ വേസ്റ്റുകളൊക്കെ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബുൾഡോസറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കോമ്പാക്ട് ചെയ്തിട്ട് അങ്ങനെ ഈ ഭൂമിയിൽ നമ്മൾ കുഴിച്ചിടുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയാം. ദെൻ അടുത്ത ഒരു മെത്തേഡാണ് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എഗെയിൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക് വേസ്റ്റുകളൊക്കെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബറി ചെയ്തിട്ട് ഒരു സോയിൽ ലെയർ കൊടുത്ത് ആൻഡ് ഒരു 3 to 4 months കഴിയുമ്പോഴത്തേക്കും നമുക്കത് വളമായിട്ട് മാറ്റിയെടുക്കുന്ന കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ്, അത് നമുക്ക് എപ്പോഴും ഓർഗാനിക് വേസ്റ്റുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, കമ്പോസ്റ്റിംഗ്. ദെൻ ഇതുപോലെ തന്നെ അടുത്ത ഈവൻ നമുക്ക് ഈ പറയുന്ന ഡീഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത വേസ്റ്റുകൾക്ക് പറ്റുന്ന അടുത്തൊരു മെത്തേഡാണ് റീസൈക്ലിംഗ് എന്ന് പറയാം. അപ്പോൾ ഏതായാലും നമുക്ക് അവരെ ഡീഗ്രേഡ് ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു പ്രോഡക്ട്സിനെ പുതിയ ഐറ്റംസ് ഉണ്ടാക്കി ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് റീസൈക്ലിംഗ് എന്ന് പറയാം. ദെൻ അടുത്തത് റീയൂസ്. ഇപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ ഉപയോഗിച്ച് നമ്മൾ എൻവലപ്സും കവേഴ്സും ഒക്കെ ഉണ്ടാക്കി നമ്മൾ വേറെ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റീയൂസ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ശരിക്കും ഈ പറയുന്ന വേസ്റ്റുകളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്സും കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. ആൻഡ് നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. അതനുസരിച്ചിട്ട് നമ്മളുടെ വീഡിയോസ് എല്ലാം കുറച്ചും കൂടെ നന്നാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. ആൻഡ് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ.